ജീവിതത്തിന്റെ അനുഭവിക്കുന്നതിനകത്തു നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാക്ഷ്യം സത്യമായതുകൊണ്ട് ആ പറയുന്നത് വിശ്വസിക്കുന്നവന്റെ മേൽ അതുപോലെയുള്ള എൻകൗണ്ടറുകൾ സംഭവിക്കും. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവദൂതന്മാരെ ഞങ്ങൾക്കറിയാം. വിശ്വസിച്ചോ? ഞങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പലയിടത്തും സഞ്ചരിച്ചിടത്ത് ഞങ്ങളുടെ ഉള്ളിൽ കർത്താവിട്ട ബോധ്യമാണ്, പ്രാർത്ഥനയുടെ ദൂതന്മാർ ഞങ്ങളുടെ കൂടെ ചലിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളത് പറഞ്ഞിടത്ത് പലയിടത്തും ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൽ പലരും തിരിച്ചറിയാൻ തുടങ്ങി. കൊച്ചു കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് തൊടാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾ കേട്ട സാക്ഷ്യമാണ്. ഞങ്ങൾ ചില നാളുകൾക്ക് മുമ്പ് പോയിട്ട് വന്ന ചർച്ചിനകത്ത് 5 കുടുംബം പുതുതായിട്ട് കയറി. മോശം പോരാ. 5 കുടുംബം പുതുതായിട്ട് കയറി. ആമേൻ. മൊത്തത്തിൽ ആമേൻ കാര്യങ്ങൾക്ക് അന്തരീക്ഷത്തിൽ മുഴുവൻ മൊത്തത്തിൽ മാറ്റം വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചത്തുകുത്തിയിരിക്കാനല്ല ഞാനും നീ വിശ്വാസത്തിൽ വന്നേ. ഹല്ലേലൂയ. ഈ പുസ്തകത്തിന്റെ പേര് സത്യവാദ പുസ്തകം. ഇതിനകത്ത് എഴുതിയേക്കുന്ന അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാനും നീ മതത്തിനകത്താന്ന് ഞാൻ പറയും. നമുക്ക് മതം വേണ്ട, യേശു മതി. മതം വേണ്ട, യേശു മതി. അടുത്തിരിക്കുന്ന ആർക്ക് കൈകോർപ്പോ പറഞ്ഞു, നമുക്ക് മതം വേണ്ട, യേശു മതി. ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കാൻ പോയ മനുഷ്യനെ ദൈവം ഒന്ന് ഇടപെട്ടപ്പോ, കർത്താവുമായിട്ട് കൂട്ടിമുട്ടൽ ഉണ്ടായപ്പോ ആ പുള്ളിയുടെ കാഴ്ചപ്പാട് മൊത്തം തിരിഞ്ഞുപോയി. ഒന്നു മുടിക്കാൻ പോയവൻ ആ പദ്ധതിയെല്ലാം മാറ്റി ദാണ്ട തിരിച്ച് നേരെ എന്താ പറയാ വിപരീതമായി, അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന സംഗതി മുഴുവൻ തിരിഞ്ഞു പോയിട്ട് താൻ മുടിക്കാൻ നടന്ന സമ്പ്രദായത്തെ പ്രസംഗിക്കാൻ തുടങ്ങി. കൊല്ലാൻ പോയപ്പോ മുടിക്കാൻ പോയപ്പം കർത്താവ് തൊട്ടപ്പം നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോ ഒരു ശബ്ദം വന്നു. എന്താ കേട്ടെ? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് വിഷമമാകുന്നു. എവിടാ ഉപദ്രവിച്ചേ? യേശുവിനെ എവിടാ ഉപദ്രവിച്ചേ? യേശുവിന്റെ നേരെ എവിടാ കാല് പൊക്കിയേ? കർത്താവ് പറയുന്നു, നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്, ഭൂമി പാദപീഠമാണെങ്കിൽ തമ്പുരാന്റെ സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കർത്താവിന്റെ ശരീരമാണ്. സഭയെ തൊട്ട അവിടെ ചലനം അറിയാം. ശരീരത്തെ തൊട്ട അറിയാലോ. അറിയുന്നില്ലെങ്കിൽ സ്പർശനശേഷി നഷ്ടപ്പെട്ടു പോയെന്ന് അതിന്റെ അർത്ഥം. നിങ്ങളുടെ കാലെ ഉറുമ്പ് കടിച്ചാൽ നമുക്ക് അറിയാം അല്ലേ? കാര്യം എന്താണെന്നറിയോ? സെൻസിറ്റിവിറ്റി. കാലെ തട്ടിയ, കാലെ കടിച്ച, കാലെ പെയിൻ ഉണ്ടായ അപ്പോഴേ അറിയാം മൊത്തം ശരീരം മുഴുവൻ. കാര്യം എന്താ? ആ ശരീരം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ. അതുപോലെ ഡിനോമിനേഷനുകൾ വ്യത്യാസം ഉണ്ടായിരിക്കാം, സംഘടനകൾ വ്യത്യാസം ഉണ്ടായിരിക്കാം, സംവിധാനങ്ങൾ പലതും കണ്ടേക്കാം. പക്ഷെ ലോകവ്യാപകമായി കിടക്കുന്ന ഒറ്റ സഭയേ ഉള്ളൂ. ഒരു സഭ, കർത്താവിന്റെ ശരീരമാകുന്ന ഒരു സഭ. ആ സഭയ്ക്കകത്തോട്ടാ ഞാനും നീയും ചേർക്കപ്പെട്ടു. ആമേൻ.